Hi, dear friends. Welcome to Easy Literature. Today I'm going to talk about Greco-Roman period, 9th century BC to 5th century AD. നമ്മൾ ബ്രിട്ടീഷ് ലിറ്ററേച്ചറിൻ്റെ ഒരു ഹിസ്റ്ററി പറയുമ്പോൾ നമുക്ക് ഒരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ് ഗ്രീക്കോ റോമൻ പീരീഡ് എന്ന് പറയുന്നത്. ബിക്കോസ് ഇറ്റ് ഈസ് ദ ഫൗണ്ടേഷൻ ഓഫ് ബ്രിട്ടീഷ് ലിറ്ററേച്ചർ. ദെൻ ആൻഷ്യൻ ഗ്രീസിനെ 3 periods ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ആർക്കൈക് പീരീഡ്, ക്ലാസിക്കൽ പീരീഡ്, ഹെലനിസ്റ്റിക് പീരീഡ്. ആർക്കൈക് പീരീഡിന് മുന്നേ ഡാർക്ക് ഏജ് ആയിട്ടായിരുന്നു അറിയപ്പെട്ടിരുന്നത്. ഇൻജസ്റ്റിസും ഇഗ്നോറൻസും ഒക്കെ ആയിരുന്നു. ദെൻ ആർക്കൈക്കിലേക്ക് വരുമ്പോൾ സിറ്റി സ്റ്റേറ്റ്സ് ഫോം ചെയ്തു. വി ക്യാൻ സി മാസീവ് ഇൻക്രീസ് ഇൻ പോപ്പുലേഷൻ ആൻഡ് പൊളിറ്റിക്കൽ എക്കണോമിക്സ് ഡെവലപ്മെന്റ്സ് എക്സെട്ര. Then coming to the classical period, we can see flowering of arts and letters. ഒരുപാട് ഡിസിപ്ലിൻസ് ഒക്കെ ഫോം ചെയ്തത് ക്ലാസിക്കൽ പീരീഡിലാണ്. ദെൻ ഹെലനിസ്റ്റിക് പീരീഡ് എന്ന് പറയുമ്പോൾ ഗ്രീക്ക് പൊളിറ്റിക്കലി ഡിക്ലൈൻ ബട്ട് കൾച്ചറലി ഡൊമിനേറ്റഡ്, അഥവാ റോമൻ എംപയറിന്റെ വരവോട് കൂടിയിട്ട് ഗ്രീക്ക് പൊളിറ്റിക്കലി ഡിക്ലൈൻ ചെയ്യാണ് ബട്ട് കൾച്ചറലി ഡൊമിനേറ്റഡ്. ആർക്കൈക് പീരീഡ് പറയുമ്പോൾ 9th century BC to 5th century BC വരെയാണ് ഇതിൻ്റെ ഒരു കാലഘട്ടമായിട്ട് പറയുന്നത്. ദെൻ സിറ്റി സ്റ്റേറ്റ്സ് ഫോംഡ്, അതായത് വി ക്യാൻ സി മാസീവ് ഇൻക്രീസ് ഇൻ ഗ്രീക്ക് പോപ്പുലേഷൻ ആൻഡ് ആൾസോ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് സിറ്റി സ്റ്റേറ്റ്സ്. ഒരുപാട് സിറ്റി സ്റ്റേറ്റ്സ് ഒക്കെ ഫോം ചെയ്തത് ഈ ഒരു പീരീഡിലാണ്. സിറ്റി സ്റ്റേറ്റ്സ് എന്ന് പറഞ്ഞാൽ ഒരുപാട് സ്റ്റേറ്റ്സ്, ആ സിറ്റി സ്റ്റേറ്റ്സ് തമ്മിൽ എന്തുണ്ടായിരുന്നു, വാർഫെയർ ഒക്കെ ഉണ്ടായിരുന്നു, വാർ നടക്കാറുണ്ടായിരുന്നു, കോൺസ്റ്റന്റ്ലി വാറൊക്കെ നടക്കാറുണ്ടായിരുന്നു. ഇങ്ങനെ ഒരു ഓരോ സിറ്റി സ്റ്റേറ്റ്സിനും ഓരോ ലീഡർ, ഓരോ പൊളിറ്റിക്കൽ സിസ്റ്റം ഉണ്ടായിരുന്നു. സോ ഡെവലപ്മെന്റ്സ് ഇൻ ഗ്രീക്ക് പൊളിറ്റിക്സ് എക്കണോമിക്സ് ഒക്കെ ഈ ഒരു പീരീഡിലാണ്. ദെൻ റൂൾഡ് ബൈ ടിറൻസ്. പേർഷ്യൻസ് വർ ദെയർ കോമൺ എനിമി. ഇവരുടെ കോമൺ എനിമി ആയിട്ട് പറയുന്നത് പേർഷ്യൻസിനെ ആയിരുന്നു. ദെൻ പോയറ്റ്സ്, പ്രധാനപ്പെട്ട പോയറ്റ്സ് എന്ന് പറയുന്നത് ഹോമർ, ഹെസിയോഡ്, സാഫോ, ഈസോപ്പ്. ഇത്രയും പോയറ്റ്സ് ആയിരുന്നു പ്രധാനപ്പെട്ട പോയറ്റ്സ്. ആർക്കൈക് പീരീഡിൽ പോയിന്റ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതായത് അവരെന്ത് ചെയ്യണം, അവരിങ്ങനെ പാടിക്കൊണ്ടായിരുന്നു നടന്നിരുന്നത്. പാടിയിട്ട് ഓറൽ ട്രാൻസ്മിഷൻ ആയിരുന്നു, ഓറലി ആയിരുന്നു വർക്ക്സ് ട്രാൻസ്മിറ്റ് ചെയ്തിരുന്നത്. ദെൻ കമ്മിങ് ടു ഹോമർ, 8th century BC. He is known as the greatest of the Greek epic poets. ഗ്രീക്ക് എപ്പിക് പോയിറ്റ്സിലെ ഏറ്റവും ഗ്രേറ്റസ്റ്റ് ആയിട്ടുള്ള പോയിറ്റ് ആയിരുന്നു ഹോമർ. ബിലീവ് ടു ഹാവ് ബീൻ എ ബ്ലൈൻഡ് ആൻഡ് എ വാണ്ടറിങ് മിൻസ്ട്രൽ. അദ്ദേഹം ബ്ലൈൻഡ് ആണെന്ന്, അതുപോലെ വാണ്ടറിങ് മിൻസ്ട്രൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാട്ട് പാടി നടക്കുന്ന ആൾ. അതായത് നമ്മൾ പറഞ്ഞു അന്ന് വാമൊഴിയായിരുന്നു. ഒരു 7th century ഒക്കെ ആയപ്പോഴേക്കാണ് റൈറ്റിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തത്. So the Greeks created poetry before they made use of writing for literary purposes. Poetry was intended to be sung or recited. So അവരിങ്ങനെ പാടിക്കൊണ്ട് നടക്കുകയാണ്. അതുകൊണ്ടാണ് വാണ്ടറിങ് മിൻസ്ട്രൽ എന്ന് പറയുന്നത്. ദെൻ അദ്ദേഹത്തിന്റെ വർക്ക്സ് പറയുകയാണെങ്കിൽ ദ ഇലിയഡ് എന്ന് പറയുമ്പോൾ ഒരു എപ്പിക്കാണ്. വൺ ഓഫ് ദ എക്സിസ്റ്റിംഗ് വർക്ക്സ് ഇൻ വെസ്റ്റേൺ ലിറ്ററേച്ചറിൽ ഏറ്റവും ഓൾഡ് ആയിട്ടുള്ള എക്സിസ്റ്റിംഗ് വർക്ക് എന്ന് പറയുന്നത് ഇലിയഡ് ആണ്. സെറ്റ് അഗെയിൻസ്റ്റ് ട്രോജൻ വാറിനെ കുറിച്ചൊക്കെയാണ് പറയുന്നത്. ട്രോജൻ വാർ എന്ന് പറഞ്ഞാൽ 10 years ഓഫ് വാറാണ് ട്രോജൻ വാർ. ഇറ്റ് ഡീൽസ് മെയിൻലി വിത്ത് ഫൈറ്റിംഗ് ബിറ്റ്വീൻ അഗമെമ്നോൺ ആൻഡ് എക്കിലസ്. അഗമെമ്നോന്റെയും എക്കിലസിന്റെയും ഫൈറ്റിങ്ങിനെ കുറിച്ചിട്ടൊക്കെയാണ് ഇലിയഡ് എന്ന എപ്പിക്കിലൂടെ പറയുന്നത്. ഡാക്ടിലിക് എക്സാമീറ്ററിലാണ് ഇത് എഴുതിയിട്ടുള്ളത്. ദെൻ ഹിസ് നെക്സ്റ്റ് വർക്ക് ദ ഒഡീസി എന്ന് പറയുമ്പോൾ സീക്വൽ ടു ദ ഇലിയഡിന്റെ സീക്വൽ ആയിട്ട് വരുന്ന ഒരു വർക്കാണ്. ഇറ്റ് ഡെപിക്ട്സ് ദ ജേർണി ഓഫ് ഒഡീസിയസ് ഓർ യുലീസസ് ബാക്ക് ഹോം ടു ഇത്താക്ക ആഫ്റ്റർ ദ ഫാൾ ഓഫ് ട്രോയ്. അതായത് ട്രോജൻ വാറിന് ശേഷം ഇത്താക്കയിലേക്ക് മടങ്ങുന്ന യുലീസസിന്റെ ജേണിയെ കുറിച്ചാണ് പറയുന്നത്. അദ്ദേഹം ഹി ടുക്ക് 10 years ടു ട്രാവൽ ഇത്താക്കയിലേക്ക് 10 വർഷം എടുത്തു. 10 വർഷത്തെ വാറ് കഴിഞ്ഞ് 10 വർഷം എടുത്തു അദ്ദേഹം എന്ത് ചെയ്യാൻ, ഇത്താക്കയിലേക്ക് തിരിച്ചെത്താനാണ്. അതിനിടയിൽ ഒരുപാട് അഡ്വഞ്ചറസ് ഒക്കെ അദ്ദേഹം നേരിടേണ്ടി വന്നിട്ടുണ്ട്. ദെൻ അതർ ദാൻ ഇലിയഡ് ആൻഡ് ദ ഒഡീസി മെനി എപ്പിക്സ് ആൻഡ് പോംസ് ഹാവ് ബീൻ ആട്രിബ്യൂട്ടഡ് ടു ഹോമർ. പിന്നീട് ഡാന്റേസ് ഡിവൈൻ കോമഡിയിൽ ഹോമറിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പോയിറ്റ്സ് സോവറിൻ അല്ലെങ്കിൽ കിങ് ഓഫ് ഓൾ പോയിറ്റ്സ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇൻ ദ പ്രിഫേസ് ടു ദ ട്രാൻസ്ലേഷൻ ഓഫ് ഇലിയഡ്, അലക്സാണ്ടർ പോപ്പ് acknowledged that Homer has always been considered the greatest of poets. ക്ലാസിക്കൽ പീരിയഡ് 5th century BC to 4th century BC വരെയാണ്. അന്നത്തെ പ്രധാനപ്പെട്ട സിറ്റി സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത് ഏതൻസ് ആയിരുന്നു. ഏതൻസ് emerged as the powerful of Greek city states, ruled by the famous ruler പെരിക്കിൾസ് ആയിരുന്നു റൂൾ ചെയ്തിരുന്നത്. ട്രമെൻഡസ് ഫ്ലവറിംഗ് ഓഫ് ആർട്സ് ആൻഡ് ലെറ്റേഴ്സ്, അതായത് ആർട്സിന്റെ ഒരു ഡെവലപ്മെന്റ്, വേരിയസ് ഡിസിപ്ലിൻസ്
ഇതൊക്കെ ഫോം ചെയ്തത് ക്ലാസിക്കൽ പീരിയഡിലാണ്. സജസ് പൊളിറ്റിക്കൽ തോട്ട്സ്, എസ്തെറ്റിക്സ്, ഫിസിക്സ്, എത്തിക്സ്, ലിംഗ്വിസ്റ്റിക്സ്, ബയോളജി, ലോജിക് ആൻഡ് മാത്തമാറ്റിക്സ് ഇങ്ങനെയുള്ള ഡിസിപ്ലിൻസ് ഒക്കെ ഫോം ചെയ്തത് അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്തത് ക്ലാസിക്കൽ പീരിയഡിലാണ്. ദെൻ ക്ലാസിക്കൽ ഡ്രാമ, അതായത് ട്രാജഡി. ട്രാജഡി എമർജ്ഡ് ഇൻ ഏതൻസ് ഇൻ ദ ലേറ്റ് 6th century BC. ലേറ്റ് 6th century BC-യിലാണ് അവസാനമായപ്പോഴേക്കാണ് ട്രാജഡി ഫോം ചെയ്തത്. ആസ് എ പാർട്ട് ഓഫ് റിലീജിയസ് ഫെസ്റ്റിവൽ ഡയനീഷ്യ ഇൻ ഹോണർ ഓഫ് ഡൈനീഷ്യസ്. ഡൈനീഷ്യസ് എന്ന് പറഞ്ഞാൽ ഗോഡിന്റെ ഹോണറിന് വേണ്ടിയിട്ട് റിലീജിയസ് ഫെസ്റ്റിവലിന്റെ പാർട്ടായിട്ടായിരുന്നു ട്രാജഡീസ് നടന്നിരുന്നത്. ദെൻ പിന്നീട് കോമഡി എന്ത് ചെയ്തു? കോമഡി ലേറ്റർ അസോസിയേഷൻ വിത്ത് ദ സെറ്റയർ പ്ലാന്റെ ഇടയിൽ റിലീജിയസ് ഫെസ്റ്റിവലിന്റെ ഭാഗമായി നടക്കുന്ന ഈ ഒരു പ്ലാന്റെ ഇടയിൽ എന്ത് ചെയ്യും? ട്രാജഡിയുടെ ഇടയിൽ ഒരു കോമഡി, അതായത് സെറ്റയർ ആയിട്ട് എന്തിനേലും സെറ്റയർ ചെയ്തുകൊണ്ട് ചെറിയൊരു രംഗം ഉണ്ടാവും. അങ്ങനെയാണ് സെറ്റയർ പ്ലേസ് എമേർജ് ചെയ്തത്. യൂഷ്വലി ബേസ്ഡ് ഓൺ മിത്തോളജിക്കൽ സബ്ജക്റ്റ് ഒക്കെ ബേസ് ചെയ്തിട്ടായിരുന്നു. ദെൻ ഗ്രീക്ക് തിയേറ്ററിന്റെ ഒരു സ്ട്രക്ചർ, അല്ലെങ്കിൽ ഗ്രീക്ക് തിയേറ്ററിന്റെ ഒരു സ്ട്രക്ചർ പറയുകയാണെങ്കിൽ കൊയിലോൺ ഓർ തിയേറ്ററോൺ. ദ സീറ്റ്സ് ഫോർ ദ ഓഡിയൻസ് അറേഞ്ച്ഡ് ലൈക്ക് എ ഹോഴ്സ് ഷൂ ഇൻ റൈസിംഗ് ടയേഴ്സ്. അതായത് പിക്ചറിൽ കാണിച്ചിരിക്കുന്ന പോലെ ഒരു റൈസിംഗ് ടയേഴ്സ് ആയിട്ട് ബിൽഡ് ചെയ്തിട്ടുള്ളതാണ് കൊയിലോൺ എന്ന് പറയുന്നത്. ആ ഒരു സീറ്റിംഗ് അറേഞ്ച്മെന്റിനാണ് പറയുന്നത്. ദെൻ ഓർക്കസ്ട്ര സർക്കുലേറ്റഡ് ഏരിയ അറ്റ് ഗ്രൗണ്ട് ലെവൽ. ഒരു സർക്കുലേറ്റഡ് ഏരിയ ആയിരിക്കും ഓർക്കസ്ട്ര എന്ന് പറയുന്നത്. അവിടെ വെച്ചിട്ടാണ് ഈ ഒരു ട്രാജഡി പെർഫോം ചെയ്യാറ്. Then timely and altar in center of the orchestra to Dionysius on which sacrifices were made. അതായത് അതിന്റെ സെന്ററിൽ ഡൈനീഷ്യസിനെ ഓണർ ചെയ്തിട്ട് ഒരു അൽത്താർ ഉണ്ടാവും. Then scene or scheme. The scene building on the side of the orchestra. ഓർക്കസ്ട്രന്റെ സൈഡിലുള്ള ഒരു ബിൽഡിംഗ് ആണ് സീൻ എന്ന് പറയുന്നത്. അതായത് ഗ്രീൻ റൂം ഒക്കെ ഇല്ലേ, അതേപോലെ. That had a backdrop with doors for entrances and exits. എൻട്രൻസിനും എക്സിറ്റിനും ഉള്ളൊരു ഡോസ്. Proscenium or proscenium, the level area in front of the scene for action of the play. പ്ലസ് നടത്താനുള്ള ഒരു ഏരിയ ആണ് proscenium എന്ന് പറയുന്നത്. ഡയസോമ, ദ പാസേജ് ഡിവൈഡിങ് ദ സീറ്റിംഗ് ടയേഴ്സിന്റെ ഇടയിൽ ഒരു പാസേജ് ഉണ്ട്, ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ആ ഒരു പാസേജിനെയാണ്, ആ ഒരു നടപ്പാതയെയാണ് ഡയസോമ എന്ന് പറയുന്നത്. ദെൻ സ്ട്രക്ചർ ഓഫ് ഗ്രീക്ക് ട്രാജഡിന്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ പ്രൊലോഗ്, പാരഡോക്സ്, എപ്പിസോഡ്സ് ഓഫ് സ്റ്റെസിമോൺ, ദെൻ എക്സോഡസ്. ഒരു എക്സ്പോസിറ്ററി ഇൻട്രൊഡക്ഷൻ ഉണ്ടാവും, അതിനെയാണ് പ്രൊലോഗ് എന്ന് പറയുന്നത്. ദെൻ പാരഡോക്സ് എന്ന് പറഞ്ഞാൽ കോറസ് എൻഡേഴ്സ് ചെയ്തിട്ട് അവർ ചാൻറ്റിങ് എന്ന് പറഞ്ഞാൽ അവരുടെ ആ ഒരു ഡൈനീഷ്യസിനെ ഓണർ ചെയ്തിട്ടുള്ള ഒരു സോങ്സ് ഒക്കെ റിസൈറ്റ് ചെയ്യാം, ഇതിനാണ് ചാൻറ്റിങ് എന്ന് പറയാം. ദെൻ എപ്പിസോഡ്സ് ഓഫ് സ്റ്റെസിമോൺസ്, അതായത് 5 എപ്പിസോഡ്സ് ഒക്കെ ആയിട്ടുള്ള ഓരോ ആക്ഷൻസ്. ദെൻ എക്സോഡസ് എന്ന് പറഞ്ഞാൽ കൺക്ലൂഡിങ് സീനിനെയാണ് എക്സോഡസ് എന്ന് പറയാം. കൺക്ലൂഡിങ് സീനിലാണ് ഡേസ് എക്സ് മെക്കിന, അതായത് നമ്മുടെ ഗോഡ് ഡൈനീഷ്യസ് അറൈവ് ചെയ്യും. എന്നിട്ട് ഗോഡ് ഈസ് ബ്രോട്ട് ഇൻ ടു ഇന്റർവീൻ ഇൻ ദ ആക്ഷൻ. ആ ഒരു ട്രാജഡിയിലെ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ അത് സോൾവ് ചെയ്യുന്ന രീതിയിൽ അവസാനം ഗോഡ് വരും, അതിനൊരു സൊല്യൂഷൻ കൊണ്ടുവരും. അതാണ് എക്സോഡസ്. So guys, that was all for today's video. If it useful, then do like it and share with your friends. I will back soon with a new video. Still then, stay tuned.